ഹായ് സെജിലാണ്. പെട്ടെന്നൊരു കാര്യം പറയാം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കച്ചറ കൂടും. അതായത് ആങ്ങളാരും പെങ്ങന്മാരും അനിയന്മാരും ഏട്ടന്മാരൊക്കെ തല്ലുകൂടും. എന്ത് പറഞ്ഞിട്ടാ? എൻ്റെ അച്ഛനമ്മയും അല്ലെങ്കിൽ എൻ്റെ ഉപ്പി ഉമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ പ്രായമാകുമ്പോൾ നമ്മുടെ അച്ഛനമ്മനി നിൻ്റെതല്ല ഉപ്പി ഉമ്മി, അല്ലെങ്കിൽ കുറച്ച് ദിവസം നീ കൊണ്ടുപോയി നോക്ക്, 15 ദിവസം അവിടെ നിൽക്കട്ടെ, 10 ദിവസം അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അന്ന് അങ്ങനെ കച്ചവടം പ്രായമാകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്കും ഇതേപോലെ പ്രായമാവും, ഇതുപോലെ അസുഖങ്ങൾ നമുക്കും വരും. പ്രായം കൂടുമ്പോൾ ചിലപ്പോൾ ബുദ്ധിയൊക്കെ നഷ്ടപ്പെടും അല്ലേ? പിന്നെ കുറേ ആളുകളുണ്ട് ഈ അനാഥാഗതി ബന്ധനത്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഇതിനിടയിലൊരു സംഭവം അങ്ങനെ ഇവിടെ പോയപ്പോൾ ഞാൻ കണ്ടു. ഭയങ്കര പ്രയാസമായി എനിക്ക്. ഇതൊക്കെ ഭയങ്കര മോശമുള്ള പരിപാടിയാണ്. ഒരു കഥ പറയാം, പെട്ടെന്നൊരു കഥ പറയാം. അതായത് ഒരു കുഞ്ഞ് പ്രസവിക്കാൻ നേരത്ത് ദൈവത്തിനോട് ചോദിച്ചു, ദൈവമേ ഞാൻ ഒന്നിനും കഴിയാത്ത ഞാൻ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചു വീണാൽ എനിക്ക് അവിടെ ആര് സംരക്ഷിക്കുമെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞാണ്, 2 മാലാഖമാരെ ഭൂമിയിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അവരാണ് നമ്മളെ മാതാപിതാക്കൾ. അവരെ നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടുത്താൻ പാടില്ല. ഓക്കെ. അതുപോലെ തന്നെ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലേ പിതാവിൽ നിന്നും മാതാവ് ഗർഭം ധരിച്ച് 10 മാസത്തോളം നമ്മളെ ചുമന്ന് കൊണ്ടുവന്ന് പ്രസവിക്കുന്നതല്ലേ ഒരു ഉമ്മ. ഒരു സ്ത്രീ പ്രസവിക്കാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ മരണത്തിനെ പോലും മുന്നിൽ കണ്ടിട്ടാണ് അല്ലേ? ഒരുപാട് സ്ത്രീകൾ ഉമ്മമാരൊക്കെ പ്രസവത്തിനോടെ മരിച്ചിട്ട് കുഞ്ഞ് ബാക്കി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ എത്രത്തോളം പ്രശ്നങ്ങളുണ്ട് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ അനാഥാഗതി ബന്ധനത്തിലൊക്കെ കൊണ്ടുവരുന്ന ആളുകളൊക്കെ ഈ ജോലി തിരക്കും വിദേശത്ത് പോകാനൊക്കെ ആയിരിക്കും. അവരൊക്കെ ഭാര്യമാരും മക്കളെയൊക്കെ കൊണ്ടുപോകണ്ടല്ലോ, എന്താ ഇവരെ കൊണ്ടുപോകത്തെ? അത് ചിന്തിച്ച് നോക്കി. നമുക്ക് ഇങ്ങനത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഭാവിയിൽ വരും. ഓക്കെ. അപ്പോൾ ബൈ.